ഹായ് ഓൾ, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് ലീഗൽ അസിസ്റ്റന്റ് പോസ്റ്റ് LLB കഴിഞ്ഞ് അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തിട്ടുള്ളവർക്ക് മാത്രം എഴുതാൻ സാധിക്കുന്ന ഒരു സുവർണ അവസരമാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ലീഗൽ അസിസ്റ്റന്റ് പോസ്റ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി കേരള PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇതിന്റെ എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബർ ടു ഡിസംബർ വരെയുള്ള സമയത്തായിരിക്കും എക്സാമിനേഷൻ എന്ന് ഓൾറെഡി PSCയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാവരും തന്നെ എന്തൊക്കെയാണ് അതിൽ നോക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അതിൽ കവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഴയ സിലബസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ സിലബസ് വന്നിട്ടുണ്ട്. പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ സിലബസ് വന്നത് 2025 പുതിയ അപ്ഡേറ്റഡ് സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസ് അനുസരിച്ച് എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് പുതിയ സിലബസിൽ വന്നിട്ടുള്ളത്, ഇതൊക്കെയാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഇനി ഇത് സെൽഫ് പ്രിപ്പറേഷനിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, എല്ലാം നമ്മൾ LLBക്ക് പഠിച്ച സബ്ജക്ട്സ് തന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്തിട്ട് പഠിക്കാത്തവരാണെങ്കിലും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിലും ഇനിയും നിങ്ങൾക്ക് സമയം വൈകിയിട്ടില്ല. കാരണം ഒക്ടോബർ അല്ലെങ്കിൽ ആ ഒരു ഡിസംബർ വരെയുള്ള ടൈം എന്ന് പറയുമ്പോൾ ഒരു 6 to 7 months ഇനിയും ഉണ്ട് സമയം. ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു നല്ല പോസ്റ്റിലേക്കുള്ള ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് മോഡായിട്ടുള്ള എക്സാമിനേഷൻ ആണ്. MCQ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 100 MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരൊറ്റ എക്സാമിനേഷനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനിൽ ഈ സിലബസ് മാറിയപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലോ സബ്ജക്ട്സ് ആയിട്ട് മാറി. നേരത്തെ സിലബസ് അനുസരിച്ചായിരുന്നെങ്കിൽ അതിൽ GKയും ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. 30 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും GKയിൽ നിന്നുമായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ 30 മാർക്കും കൂടി ലോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ 70 മാർക്ക് മാത്രമായിരുന്നു ലീഗൽ സബ്ജക്ട്സിൽ നിന്നും ലോ സബ്ജക്ട്സിൽ നിന്നും ഉണ്ടായിരുന്നുള്ളൂ. 20 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും ബാക്കി 10 മാർക്ക് GKയിൽ നിന്നുമായിരുന്നു പണ്ടത്തെ സിലബസ് അനുസരിച്ച് ലീഗൽ അസിസ്റ്റന്റ് എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി പുതിയ സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ടും ലീഗൽ സബ്ജക്ട്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെ സബ്ജക്ട്സിലേക്കായിരിക്കും അപ്പോൾ ആ ഒരു 30 മാർക്ക് ആഡ് ചെയ്തത്, എവിടെയാണ്, ഏത് സബ്ജക്ട്സിനാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂള് ജൂറിസ്പ്രുഡൻസ് ആണ്. ജൂറിസ്പ്രുഡൻസ്, ലീഗൽ തിയറി, പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിസ്ലേഷൻ, ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. 10 മാർക്കാണ്, 10 ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ജൂറിസ്പ്രുഡൻസ് നമ്മളെല്ലാവരും LLBക്ക് പഠിച്ച സബ്ജക്റ്റ് തന്നെയാണ്. 3 year LLBക്കാരും 5 year LLBക്കാരും പഠിച്ച സബ്ജക്ട്സ് തന്നെയായിരിക്കും ഈ ഒരു ജൂറിസ്പ്രുഡൻസും ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കേണ്ടത് മേ ബി നമ്മളിപ്പോൾ പ്രാക്ടീസിലേക്കൊക്കെ വന്നപ്പോൾ അധികം ഉപയോഗിക്കാത്ത ഒരു സബ്ജക്റ്റാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് കുറച്ചും കൂടി തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പം അതിൽ ഡെഫിനിഷൻ ഉണ്ട്. സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ഡിഫറെൻറ്റ് സ്കൂളുകൾ, നമ്മൾ ഹിസ്റ്റോറിക്കൽ സ്കൂൾ, നാച്ചുറൽ സ്കൂൾ, അനാലിറ്റിക്കൽ സ്കൂൾ, അങ്ങനെയുള്ള സ്കൂളുകൾ, പിന്നെ തിയറീസ് ഓഫ് ജസ്റ്റിസ്, പിന്നെ ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള ഹാർട്ട് ആൻഡ് ഫുള്ളറിന്റെ കണക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ലെജിസ്ലേഷൻ, കസ്റ്റം, പ്രീസിഡന്റ് മുതലായ ലോയുടെ സോഴ്സസ്, പിന്നെ സ്റ്റാരെ ഡിസീസ്, ഒബിക്റ്റ ഡിക്റ്റ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്, ഇതൊക്കെയാണ് ആ സിലബസിൽ തന്നിട്ടുള്ളത്. യൂട്ടിലിറ്റേറിയൻ തിയറി, ഇങ്ങനെയുള്ള തിയറീസ് ഒക്കെ. പിന്നെ ഇന്റർപ്രിട്ടേഷനിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസ്, പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഹാർമോണിയസ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ജനറൽ ക്ലോസസ് ആക്റ്റും കൂടി പഠിക്കാനായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഇത് 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ജൂറിസ്പ്രുഡൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ്, ലീഗൽ അസിസ്റ്റന്റ് മാത്രമായിട്ടുള്ള ഒരു ഗൈഡ് ഇതുവരെയും ഇറക്കിയിട്ടില്ല. ഞാനും ഒന്ന് നോക്കിയിട്ട് ലീഗൽ അസിസ്റ്റന്റ് ഗൈഡൊന്നും കൃത്യമായിട്ടൊരു ഗൈഡൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് അതാത് സബ്ജക്ട്സിന്റെ ബുക്സ് വെച്ചിട്ട് പഠിക്കാം. പക്ഷേ ബുക്സ് വെച്ചിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മോഡിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ MCQs തന്നെ ആൻസർ ചെയ്ത് നോക്കി പഠിക്കുക. MCQs ആൻസർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് ഫെമിലിയർ ആവാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ജൂറിസ്പ്രുഡൻസിനൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ്, ഇപ്പോൾ മഹാജന്റെ ടെക്സ്റ്റോ അല്ലെങ്കിൽ മൈനയുടെ ടെക്സ്റ്റോ ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആ ഒരു സബ്ജക്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും MCQs ആൻസർ ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. പിന്നെ മൊഡ്യൂൾ 2 വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. 20 മാർക്സ് ആണ് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വരുന്നത്. 20 മാർക്സ്, അതായത് നേരത്തെ 10 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 10 മാർക്ക് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതായത് നേരത്തെ 30 മാർക്ക് എടുത്തു കളഞ്ഞില്ലേ, ആ 30 മാർക്ക് GKയുടെയും ഇംഗ്ലീഷിന്റെയും മാർക്ക് 30 മാർക്ക് കൂടി ലീഗലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആ 30 മാർക്കിൽ 10 മാർക്ക് ആഡ് ചെയ്തേക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്ന മൊഡ്യൂൾ 2ലേക്കാണ്.
നമുക്കറിയാം സെക്രട്ടേറിയറ്റിലേക്കുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നൊക്കെ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായിട്ട് നിങ്ങൾ വേറൊരു ബുക്കിന്റെ ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ബെയർ ആക്ട് ഓറിയന്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ബെയർ ആക്ട് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ബെയർ ആക്ട് വെച്ച് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. അത് ഇൻഡെപ്ത് ആയിട്ട് തന്നെ നോക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അതിൽ അമെൻമെന്റ്സ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റുകൾ പഠിക്കാനുണ്ട്, കമ്മീഷൻസ് ഉണ്ട്, പ്രിയാമ്പിള്, ജുഡീഷ്യറി, എല്ലാ കാര്യങ്ങളും നോക്കുക. ജുഡീഷ്യറി എല്ലാം ആ ഒരു പൊസിഷൻസ് ഒക്കെ നോക്കുക. ദെൻ അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, മെയിൻ ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ള ഏരിയ തന്നെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അതിന്റെ അതോറിറ്റീസ്, റൂൾ ഓഫ് ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ലോകായുക്ത, പിന്നെ ലോക്പാൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമേഷൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് അതിൽ പഠിക്കാനുണ്ട്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്, ഇതൊക്കെയാണ് ആ ഒരു സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കേണ്ടത്. സെക്കൻഡ് മോഡ്യൂളിൽ 20 മാർക്സ് 10 മാർക്ക് ആഡും കൂടി ചെയ്തുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ദെൻ തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയറൽ ലോസ്, ക്രിമിനൽ ലോസ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളെല്ലാം മാറി. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തുന്ന പരീക്ഷകളിലും ആ ഒരു ക്രിമിനൽ ലോസ് മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ആ സിലബസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അറിയായിരിക്കും, നമ്മൾ എല്ലാവരും എക്സ്പെക്റ്റഡ് ആയിരുന്നു സിലബസിൽ BNS-ഉം BNSS-ഉം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് അപ്ഡേറ്റഡ് സിലബസിലും വന്നിട്ടുള്ളത്. അവിടെ BNS-ഉം BNSS-ഉം ആക്കി. നേരത്തെ IPC-യും CRPC ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറ്റിയിട്ട് മൊഡ്യൂൾ 3ലേക്ക് BNS-ഉം BNSS-ഉം ആക്കി. സെയിം പ്രൊവിഷൻ തന്നെ, പഠിക്കേണ്ട ടോപ്പിക്കുകളൊക്കെ സെയിം തന്നെ, പക്ഷെ അതിന്റെ ആ ഒരു പ്രൊവിഷൻസ്, ആ സെക്ഷൻസ് നമ്പേഴ്സും ഒക്കെ മാറിയിട്ടുണ്ട്. പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒഫൻസും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ സെക്ഷൻസ് മാറിയിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം ഒഴിച്ച് ടോപ്പിക്കുകളിലൊന്നും വലിയ വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല. ആ ഒരു സെയിം ടോപ്പിക്സുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പുതിയ പ്രൊവിഷൻസ് അനുസരിച്ച് പഠിക്കാം, BNS-ഉം BNSS-ഉം വെച്ചിട്ട്. IPC CRPC കൊടുത്തിട്ടില്ല പഠിക്കാനായിട്ട്, രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല. ഇപ്പൊ മുൻസിഫിന്റെ എക്സാമിനൊക്കെ ആയിരുന്നെങ്കിൽ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇതങ്ങനെയല്ല, BNS-ഉം BNSS-ഉം മാത്രമായിട്ടാണ് 20 മാർക്സ്. അപ്പൊ അവിടെയും 20 മാർക്കാണ്, 10 മാർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 30 മാർക്ക് GK-യുടെ ഇംഗ്ലീഷിന് എടുത്തു കളഞ്ഞാൽ 10 കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോയ്ക്കും കൊടുത്തു, 10 എന്ത് ചെയ്തു, ഇവിടെയും ആഡ് ചെയ്തു. സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയറൽ ലോസിലേക്ക്, അതായത് ക്രിമിനൽ ലോസിലേക്ക്, BNS-ലേക്കും BNSS-ലേക്കും ആഡ് ചെയ്തു. ഇതും കംപ്ലീറ്റ്ലി ബെയർ ആക്ട് നോക്കി പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം ബെയർ ആക്ടിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അത് നോക്കി പഠിക്കുകയായിരിക്കും നല്ലത്, BNS-ഉം BNSS-ഉം. ദെൻ അടുത്തത് മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോഴേക്കും അത് സിവിൽ ലോസ് ആണ്, അതായത് സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയറൽ ലോസ്. അപ്പൊ അവിടെ കോൺട്രാക്ട് വരുന്നുണ്ട്, ഒരുപാട് ആക്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു ഒരുപാട് ആക്ടുകൾ അതിൽ വരുന്നുണ്ട്. സ്പെസിഫിക് റിലീഫ് ആക്ട്, കോൺട്രാക്ട്, ടോർട്ട്, ദെൻ CPC നമുക്കറിയാം ഒരു കടൽ പോലെയുള്ള ഒരു വലിയ ആക്ട് ആണ്, പക്ഷേ കോഡാണ്. അപ്പൊ ആ ഒരു കോഡ് ഒത്തിരി ഉണ്ടെങ്കിൽ പോലും അത് ഈ ഒരു മൊഡ്യൂൾ 4-ന്റെ അണ്ടറിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് മൊഡ്യൂൾ 4-ൽ ഒരുപാടെണ്ണം പഠിക്കാനുണ്ട്, ഒരുപാട് ആക്ടുകൾ അതിലുണ്ട്, കോഡുകളും ആക്ടുകളും ഒക്കെ അതിലുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും നമ്മൾ നോക്കേണ്ട ടോപ്പിക് തന്നെയാണ് മൊഡ്യൂൾ 4-ൽ വരുന്ന ലോസ് എല്ലാം തന്നെ. അതിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ആണ്, 10 മാർക്കാണ്. അപ്പൊ അതിൽ അത്രയും ആക്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ആക്ടാണ് നമുക്ക് നോക്കാം. കോൺട്രാക്ട് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ദെൻ പിന്നെ ഏതാ വരുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട്, ടോർട്ട് ഉണ്ട്, CPC ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരുപാട് ആക്ടുകൾ, ഗ്രാമന്യായാലയ ആക്ട് വരുന്നുണ്ട്, ലിമിറ്റേഷൻ ആക്ട് വരുന്നുണ്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ആക്ടുകൾ അതിൻ്റെ അകത്ത്, കൊമേഴ്ഷ്യൽ കോഡ്സ് ആക്ട് 2015, ഇങ്ങനെ ഒത്തിരി ആക്ടുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ 4 കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ആക്ടുകൾ അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആക്ടുകളും നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കണമെന്നില്ല, പക്ഷെ എന്നിരുന്നാലും ടോപ്പിക്കിലുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മേ ബി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതെല്ലാം നോക്കിയിട്ട് പോവാം. ദെൻ മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ ഭാരതീയ സാക്ഷി അധിനിയമാണ്. അതായത് നമ്മുടെ നേരത്തെ എവിഡൻസ് ആക്ട് ആയിരുന്നു, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നുണ്ടായിരുന്നത് മൊഡ്യൂൾ 5-ൽ മാറ്റിയിട്ട് പുതിയ ടോപ്പിക് ആഡ് ചെയ്തു. ഏത്, ഭാരതീയ സാക്ഷി അധിനിയം. പുതിയ ക്രിമിനൽ ലോ വന്നത് ആഡ് ചെയ്തിട്ടുണ്ട്, ഭാരതീയ സാക്ഷി അധിനിയം. അവിടെ 5 മാർക്ക് തന്നെയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലൊന്നും വ്യത്യാസം അവിടെ വന്നിട്ടില്ല, 5 മാർക്ക് തന്നെയായിരുന്നു. നമ്മളത് നോക്കേണ്ടതാണ്. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട്, അവർ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒക്കെ ആയിരിക്കും ഭാരതീയ സാക്ഷി അതിനെയൊക്കെ. അപ്പൊ അതിന്റെയും ടോപ്പിക്സ് നോക്കുക. കുറേ നോക്കാനുണ്ട് ആ ഒരു ആക്ടിന്റെ അകത്ത്, പക്ഷെ അവിടെ 5 മാർക്കാണ് വരുന്നുള്ളൂ. ഇനി അടുത്ത് ലോ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, അവിടെ 5 മാർക്കാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ വരുന്നത്. നേരത്തെ പോലെ തന്നെ അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, 5 മാർക്ക് ലോ ഓഫ് പ്രോപ്പർട്ടി. അതിൽ പ്രോപ്പർട്ടി ആക്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കുക, അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ ഒരു പേറ്റന്റ് അതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ അതോടൊപ്പം തന്നെ ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഡിസൈൻ ആക്ട് ഒക്കെ ഇല്ലേ, അതൊക്കെ വരും. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഒക്കെ.
അപ്പോൾ ആ ഒരു ഏരിയയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈസ്മെന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഉണ്ട്. അപ്പോൾ ലോ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് മാത്രമല്ല, അവർ അതിൻ്റെ അകത്ത് മറ്റ് കാര്യങ്ങളും കൂടി മറ്റ് ആക്ടുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടും വരുന്നുണ്ട്, പ്രോപ്പർട്ടി റൈറ്റ്സ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പേറ്റന്റ് കോപ്പിറൈറ്റ് ആക്ടുകളൊക്കെ. അതോടൊപ്പം തന്നെ ഈസ്മെന്റ് ആക്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൊവിഷൻസും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. മൊത്തത്തിൽ 5 മാർക്കാണ് ആ ഒരു ഏരിയയിൽ നിന്നും വരുന്നത്. ഇനി അടുത്തത് മൊഡ്യൂൾ 6 ആണ്, മൊഡ്യൂൾ 7 ആണ്. അപ്പോൾ മൊഡ്യൂൾ 7ൽ നിന്ന് വരുമ്പോഴേക്കും മൊത്തം 10 മൊഡ്യൂളാണ്. അപ്പോൾ മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോൾ ലാൻഡ് ആൻഡ് എൻവോൺമെന്റൽ ലോ ആണ്. അപ്പോൾ എൻവോൺമെന്റൽ ലോയും ലാൻഡ് ലോയും ഇതും നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്, 5 മാർക്ക് തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ നോക്കേണ്ടത് ലാൻഡ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ദെൻ അതോടൊപ്പം തന്നെ വെറ്റ്ലാൻഡ്, ലാൻഡ് കൺസർവൻസി, ലാൻഡ് ഡെവലപ്മെന്റ് ഒക്കെ, പിന്നെ എൻവോൺമെന്റൽ ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, കറക്റ്റ് ആയിട്ട് ഒരു ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ട്രിബ്യൂണൽ, NGT നോക്കുക, ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട്, ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതിന്റെ പ്രിൻസിപ്പിൾസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുമായിട്ട് കണക്ട് ചെയ്ത് എൻവോൺമെന്റ് ലോയുടെ പ്രിൻസിപ്പിൾസ്, ആർട്ടിക്കിൾ 48A, അതുപോലെ തന്നെ 42nd അമെന്റ്മെന്റ്, അതൊക്കെ നോക്കേണ്ടതാണ്. അവിടെ പില്ല്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്, അപ്പോൾ ആ ഒരു കേസ് ലോസ് അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പവേഴ്സ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എൻവോൺമെന്റ് ലോ റിലേറ്റഡ് ആയിട്ടും ലാൻഡ് ലോ റിലേറ്റഡ് ആയിട്ടും നോക്കേണ്ടത്. 5 മാർക്ക് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി ദെൻ മൊഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ ലേബർ ലോയിൽ നേരത്തെ 5 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അവരത് 10 മാർക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, 5 മാർക്ക് ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ ഇപ്പൊ മൊത്തം 25 മാർക്കായി, ഇനി ഒരു 5 മാർക്കും കൂടി ഉള്ളൂ. അത് എവിടെ ആഡ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ ലേബർ ലോയിൽ ഒരു 5 മാർക്കും കൂടി ആഡ് ചെയ്തു. നേരത്തെ 5 മാർക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ 5 മാർക്കും കൂടി ആഡ് ചെയ്ത് ലേബർ ലോയിൽ 10 മാർക്ക് ആക്കി. അപ്പൊ ലേബർ ലോയിൽ നമ്മൾ പഠിക്കേണ്ടത് ലേബർ ലെജിസ്ലേഷൻസ് ഒക്കെയാണ്. ട്രേഡ് യൂണിയൻ ആക്ട്, പിന്നെ അതുപോലെ തന്നെ അത് സ്ട്രൈക്ക്, ലോക്കൗട്ട്, ലേ ഓഫ്, റിട്രച്ച്മെന്റ് എന്നാണ് അതിന്റെ പ്രൊവിഷൻസ്, എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്, മിനിമം വേജസ് ആക്ട്, ഗ്രാറ്റുവിറ്റി ആക്ട്, ബോണസ് ആക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഫാക്ടറീസ് ആക്ട് ഒക്കെയാണ് നോക്കേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ സെക്ഷൽ ഹരാസ്മെന്റ്, അതായത് പോഷ് ആക്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പോഷ് ആക്ടും കൂടി 2013 പോഷ് ആക്ടും കൂടി പഠിക്കേണ്ടതാണ്, അതും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പ്രൊവിഷനാണ് മൊഡ്യൂൾ 8ൽ പറയുന്നത്. 10 മാർക്കാണ്. സോ അപ്പോൾ ആ പോഷ് ആക്ടും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു മൊഡ്യൂൾ 8 നോക്കുക. അതിലേക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂട്ടിയിട്ടുണ്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ഇനി അടുത്തത് മൊഡ്യൂൾ 9 ആണ്. മൊഡ്യൂൾ 9ലേക്ക് വരുമ്പോൾ സ്പീഡി ജസ്റ്റിസ്, ലീഗൽ എയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, 10 മാർക്കാണ് ആ ഒരു ഏരിയയിലേക്കും വന്നിട്ടുള്ളത്. നേരത്തെ ഇത് 5 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെയും 5 മാർക്ക് ആഡ് ചെയ്തു, 10 മാർക്കാക്കി മാറ്റി. അപ്പൊ അതിൽ ഒരുപാട് ആക്ടുകൾ പഠിക്കാനുണ്ട്. ADR ഉണ്ട്, അതായത് മീഡിയേഷൻ ആക്ട് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റേറ്റീവ്സ് ആക്ട് ഉണ്ട്, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വരുന്നുണ്ട്, കമ്മീഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആക്ട് വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961, വുമൻസിന്റെ നാഷണൽ കമ്മീഷൻ ഓഫ് വുമൻസ് ആക്ട്, പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ഒഫൻസസ്, പോക്സോ ഒക്കെ വരുന്നുണ്ട് അതിന്റെ അണ്ടറിൽ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പോക്സോ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. മെയിൻ ആയിട്ട് വരുന്ന ആക്ടുകൾ 10 മാർക്കാണ് അവിടെ വരുന്നത്. അവിടെയും കുറേ ആക്ടുകൾ, ചെറുതായിട്ടുള്ള കുറേ ആക്ടുകൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 10 മാർക്കും 10 ക്വസ്റ്റ്യൻസും ആണ് അതിൽ നിന്നും വരുന്നത്. ഇനി മൊഡ്യൂൾ 10ൽ നേരത്തെ മാറ്റമൊന്നുമില്ല, 5 ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ആ ഒരു 5 മാർക്ക് തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് ഇന്റർനാഷണൽ ലോയും ഹ്യൂമൻ റൈറ്റ്സും ആണ്. അപ്പൊ ICJ ഒക്കെ നോക്കുക, ICJയുടെ ഫംഗ്ഷൻസ്, ILO കൺവെൻഷൻസ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കൺവെൻഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇന്റർനാഷണൽ ലോ, അതിന്റെ സബ്ജക്ട്സ്, സ്റ്റേറ്റ് റെക്കഗ്നിഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള മാറ്റേഴ്സ് ഒക്കെ. ഇനി ലാസ്റ്റ് ഒരു നോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിൽ പറയുന്നത് എന്താ, ഇഫ് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദി ടോപ്പിക്സ് ഡീറ്റെയിൽഡ് അബോ, ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദി പോസ്റ്റ് മേ ഓൾസോ അപ്പിയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ഏരിയാസ് അവരോട് പറഞ്ഞിട്ടുണ്ട്, 10 മൊഡ്യൂൾ തന്നിട്ടുണ്ടെങ്കിലും ഇതല്ലാതെയും ഇപ്പൊ ഈ ടോപ്പിക്കിൽ, ഇപ്പൊ ജൂറിസ്പ്രുഡൻസിൽ തന്നിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലാതെ ജൂറിസ്പ്രുഡൻസിൽ വരുന്ന മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാം, അതും ചോദിക്കാവുന്നതാണ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലും ഒക്കെ ആണെങ്കിൽ അവർ തന്നിട്ടുള്ള ആ ഒരു കറക്റ്റ് ഓരോരോ ടോപ്പിക്സുകൾ തന്നിട്ടുണ്ടല്ലോ, ആ ടോപ്പിക്സ് മാത്രമല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന വേറെ ഏതെങ്കിലും ടോപ്പിക്കുകളും കൂടി ചോദിക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ തന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റും ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അതല്ലാതെ വേറെ ഏതെങ്കിലും കൂടി, അതായത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ കേട്ടോ, ലോ സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ വേറെയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ തന്ന ടോപ്പിക്സ് അല്ലാതെയും ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു റീഡിംഗ് കൂടി പോകുന്ന സമയത്ത്, ഇപ്പൊ ബേറാക്ട് ഒക്കെ വെച്ച് പഠിക്കുന്ന സമയത്ത് തന്നിട്ടുള്ള ആർട്ടിക്കിൾസ് തന്നെ അല്ലാതെ അതിലുള്ള മറ്റു ആർട്ടിക്കിൾസും കൂടി ഒന്ന് ജസ്റ്റ് വായിച്ചു വിടുക. അപ്പൊ അങ്ങനെ ഈ ഒരു എക്സാമിനേഷനിൽ ഇത്രയും സിലബസ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ്, 100ഉം ലോ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതായത് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ലോ സബ്ജക്ട്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് 100ഉം വരുന്നത്.
അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും LLBക്ക് പഠിച്ചിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ തന്നെ അതിൽ വരുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ ഇൻഡെപ്ത് പഠിക്കാത്ത ടോപ്പിക്കുകളും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ ബെയറാക്റ്റുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ ബെയറാക്ട്സ് വെച്ച് തന്നെ പഠിക്കുക. അതല്ലാത്ത സബ്ജക്ട്സുകൾക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യാം. പക്ഷേ ടെക്സ്റ്റിൽ ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ടോപ്പിക്കിൽ നിലേക്ക് മാത്രം വന്നിട്ട് ടോപ്പിക്സുകൾ പഠിച്ചതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലെല്ലാം ഈ ഒരു ലീഗൽ അസിസ്റ്റന്റിന്റെ സിലബസുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ക്ലാസ്സസും അതുപോലെ തന്നെ നമുക്ക് MCQസും ഒക്കെ ഈ ഓരോ ടോപ്പിക്സിലും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കുട്ടികൾ എനിക്ക് 1-2 പേരുടെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലീഗൽ അസിസ്റ്റന്റ് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എന്നാണ് ക്ലാസ്സസ് ചെയ്യുമോ, ലീഗൽ അസിസ്റ്റന്റ് സിലബസ് അനുസരിച്ച് വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു മെസ്സേജ്. അപ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ ലീഗൽ അസിസ്റ്റന്റ് ക്ലാസ്സസും MCQ ഡിസ്കഷൻസും ഒക്കെ നമ്മൾ നടത്തുന്നതായിരിക്കും. സോ അപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്നവരാണ് എങ്കിലും നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷനിലൂടെ ആണെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന്റെ സിലബസ് അനുസരിച്ച് സിസ്റ്റമാറ്റിക്കലി പഠിക്കുകയാണെങ്കിൽ, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഇന്ന് പഠിച്ചിട്ട് നാളെ പഠിക്കാതിരിക്കുക എന്നല്ല, നമ്മൾ ഡെയിലി പഠിക്കുകയാണെങ്കിൽ ഇനി ഒരു 7 months ഉണ്ട്. ആ 7 monthsനുള്ളിൽ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷനാണ്. LLB ഗ്രാജുവേറ്റ്സിന് മാത്രമുള്ള ഒരു അവസരമാണ്. സോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആക്കുക, നല്ല രീതിയിൽ പഠിക്കുക. വരും ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സസ് ഒക്കെ വരും. അപ്പോൾ ആ ക്ലാസ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ലീഗൽ അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.